എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ ലേണിംഗ് ഈസ് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ക്ലർക്ക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് 2024 തന്നെ ചോദിച്ചതാണ്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? നോക്കൂ, പെൻസിൽ എക്സ് എന്ന് വിചാരിക്കുക, പേന വൈ എന്നും വിചാരിച്ച 3x പ്ലസ് 4y എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 66 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി 6 പെൻസിൽ എന്ന് പറഞ്ഞാൽ 6x പ്ലസ് 3 പേന എന്ന് പറഞ്ഞാൽ 3y ഈക്വൽ ടു 72. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനെ എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 6x പ്ലസ് 8y ഈക്വൽ ടു 66 ഇൻറ്റു 2 എത്ര വരാ? 132 അല്ലേ. ഇനി ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക? 6x മൈനസ് 6x പോയി അല്ലെ. 8y മൈനസ് 3y എന്ന് പറയുമ്പോൾ 5y ഈക്വൽ ടു 132 മൈനസ് 72 എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 അല്ലെ. അപ്പൊ y എന്താണ് വരിക? 60/5. അതായത് 5 60, 12 ആണ്. അപ്പൊ y എന്ന് പറയുന്നത് പേനയുടെ വിലയല്ലേ ചോദിച്ചേക്കണേ? അതെ. അപ്പൊ C എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? വേഗത കാണാൻ എന്താ വാക്യം? ദൂരം ബൈ സമയം അല്ലെ. ദൂരം ബൈ സമയാണ് വേഗത. അപ്പൊ ദൂരം ഏതിലാണ്? കിലോമീറ്ററിലാണ് തന്നിക്കണേ. അപ്പൊ അത് മണിക്കൂറിലും ആണ്. അപ്പൊ 360/4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ അല്ലെ. 4.5 മണിക്കൂർ. അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 360/4 × 1/2 എത്രയാണ്? 24 8 8 1 9 9/2. അപ്പൊ ഈ ബൈ 2 മുകളിലേക്ക് പോവും അല്ലെ. അപ്പൊ ഇവിടെ എത്രയാവും? 40 വരും. 9 4 36. അപ്പൊ 40 ഇൻറ്റു 2 80 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏത്? നോക്കൂ, ഈ 2/5 എന്ന് പറയുന്നത് എന്താണ്? 2/5 എന്ന് പറയുന്നത് തന്നെയാണ് 4/10 അല്ലെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ രണ്ട് ഭാഗത്തും. അപ്പൊ ഇതിനെ എന്ത് എഴുതാം? 0.4 എന്ന് എഴുതാം. 7/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.7 ആണ് അല്ലെ. 3/4 നമുക്കറിയാം, 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണെന്ന്. 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അപ്പൊ ഇതിലെ ഏറ്റവും വലുത് ഏതാണ്? 2 എന്നുള്ളതാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ചേർത്തത്. അപ്പോൾ എങ്ങനെയാണ് അനുപാതം പറയുക? 24:3 എന്നുള്ളതാണ്. അതായത് എന്താണ്? 8:1 എന്നുള്ള കണക്കിലാണ് ഇത് ചേർത്തിക്കുന്നത്. ഇനി 32 ലിറ്റർ ചായ ആണ് വെച്ചെങ്കിൽ, ഇവിടെ 32 ആണ് വെച്ചെങ്കിൽ ഇവിടെ എത്ര വരണം? ടർപ്പന്റൈൻ എത്ര വരണം എന്നാണ്? അപ്പോൾ 4 ആണ് 32. അപ്പൊ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 ലിറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഒരേ അനുപാതം വേണം. അതായത് ഇവിടെ 24:3 എന്നുള്ളത് 8:1 എന്നുള്ള അനുപാതമാണ്. അപ്പൊ 32:4 എന്നുള്ളതും 8:1 എന്നുള്ള അനുപാതം ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒരേ അനുപാതത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റഹീമിന്റെ പ്രായം x എന്ന് വിചാരിക്കുക, രാമുവിന്റെ പ്രായം y എന്നും വിചാരിക്കുക. അപ്പൊ 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ x-4 ആയി. അതെന്ന് പറയണത് രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അതായത് രാമുവിന്റെ പ്രായം അപ്പൊ എത്രയാവും? y-4. അതിന്റെ 3 മടങ്ങാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? x-4 എന്ന് പറയുന്നത് 3 × y-4 ആണ്.
ഇനി 2 വർഷം കഴിയുമ്പോൾ എന്താവും? എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 2 ആവും അല്ലെ? വൈ എന്നുള്ളത് എന്താവും? വൈ പ്ലസ് 2 ആവും. അപ്പൊ അത് എന്താവും? 2 മടങ്ങാവും എന്നാണ് പറയണത്. അപ്പൊ 2 ഇൻറ്റു വൈ പ്ലസ് 2 ആവും. അപ്പൊ ഇനി നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മൈനസ് ചെയ്തു, 2 ഭാഗത്തും മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും? -4 - 2 എത്ര വരും? -6 ഈക്വൽ ടു 3y മൈനസ് 12 വരും അല്ലെ? 3y മൈനസ് 12 ആണ് ഇവിടെ വരിക. മൈനസ് പിന്നെ 2y മൈനസ് 4 വരും. അപ്പൊ 3y മൈനസ് 2y എത്രയാണ്? y ആണ്. -12 മൈനസ് 4 എത്ര വരും? -16. അപ്പൊ y എന്ത് വരും? -6 പ്ലസ് 16, അതായത് 10. എങ്ങനെയാണ്? രണ്ട് ചിഹ്നം വ്യത്യസ്തമാണ് വെച്ചെങ്കിൽ നമ്മള് ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നമാണ് ചേർക്കുക. അപ്പൊ +10 ആണ്. അപ്പൊ y എന്ന് പറയുന്നത് എന്താണ്? 10 എന്നുള്ളതാണ്. അതായത് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അപ്പൊ എന്താണ്? 10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്ക് എന്നുള്ളത് PDUN, എം കഴിഞ്ഞാൽ എന്നും ഓയും ഇല്ലാണ്ട് പി ആണ് വന്നിരിക്കുന്നത്. എ കഴിഞ്ഞാൽ ബിയും സിയും ഇല്ലാണ്ട് ഡി. അങ്ങനെ രണ്ടെണ്ണം ഇടവിട്ടിട്ട് ഉള്ളതാണ്. അപ്പൊ എസ് കഴിഞ്ഞാൽ ടിയും യുവും ഇല്ലാണ്ട് വി എന്നുള്ളതാണ് വരിക. സി കഴിഞ്ഞാലോ ഡിയും ഇയും ഇല്ലാണ്ട് എഫ് എന്നുള്ളതാണ് വരിക. ഒ കഴിഞ്ഞാൽ പിയും ക്യൂവും ഇല്ലാണ്ട് ആറാണ് വരിക. ആറ് കഴിഞ്ഞാൽ എസും ടിയും ഇല്ലാണ്ട് യു ആണ് വരിക. അപ്പൊ എന്താണ് ആൻസർ? VFRU എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. ഇതിൽ നോക്കൂ, 2ഉം 3ഉം 5ഉം പ്രൈം നമ്പേഴ്സ് ആണ്, അതായത് അഭാജ്യ സംഖ്യകളാണ്, വിഭജിക്കാൻ പറ്റില്ല. 4 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. അപ്പൊ വിഭജിക്കാൻ പറ്റും. അത് തന്നെയാണ് അതിന്റെ ഒറ്റ, ഓഡ് വൺ ഔട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ. രണ്ട് സംഖ്യകൾ എക്സും വൈയും എടുത്തു. രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് എക്സ് എന്ന് എടുത്തു, രണ്ടാമത്തേത് വൈ എന്ന് എടുത്തു. ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5y ആണ്. എക്സ് എന്ന് പറയുന്നത് 5y ആണ്. ഇനി രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നതോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതോ 96 ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്ന് എന്ത് കണ്ടുപിടിക്കണം? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായാലും y ആവും അല്ലെ? അപ്പൊ y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എക്സിന് പകരം എന്താ എഴുതാം? 5y എന്ന് എഴുതാം. 5y പ്ലസ് y എന്ന് പറയുന്നത് 96. അപ്പൊ എന്താണ്? y എന്ന് പറയുന്നത് എന്താവും? 96/6. അത് എത്രയാണ് വരിക? 1 6 6, 36, 6 36, 16 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അടുത്ത സംഖ്യ എന്താണ്? 16 × 5, അതായത് 80. അപ്പൊ 80ഉം 16ഉം 96, അതും ശരിയാണ്. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 16 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. 300 മീറ്റർ തെക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ വരച്ചു. 300 മീറ്റർ തെക്കോട്ട് ഇവിടുന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ എന്താണ്? ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞു. ഇനി വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ. അപ്പൊ 200 മീറ്റർ ഇവിടെ. ഇനി എന്താണ്? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. അപ്പൊ ഇങ്ങോട്ട് തന്നെ എത്തി അല്ലെ? 100 മീറ്റർ. അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? അതായത് വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ തെക്ക് ഭാഗത്താണ് നിക്കണേ അല്ലെ? തെക്ക് ഭാഗം. പിന്നെ എത്രയാണ്? 300ഉം ഇവിടെ 200 ആണ് വെച്ചെങ്കിൽ ഇവിടെ 200 ആണ്. അപ്പൊ 300 200 എത്രയാണ്? 500. 500 മീറ്റർ തെക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? പ്രതിബിംബത്തിലെ സമയം ഇങ്ങനെ വരുമ്പോൾ ക്ലോക്കിന്റെ സമയം 12നേക്കാട്ടും ചെറുതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60, അതായത് 11:60 എന്ന് പറയുന്നത് 12 മണിയാണ്. 12 മണിയിൽ നിന്ന് 11:60 എന്ത് മൈനസ് ചെയ്യണം? 5:10 എന്നുള്ള സമയം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രതിബിംബത്തിലെ സമയം കിട്ടും, അതായത് 6:50. ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 23:60 വേണം മൈനസ് ചെയ്യാൻ.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.